കൊൽക്കത്ത കൂട്ടബലാത്സംഗ കേസിൽ പ്രതികളുടെ ഫോൺ കോൾ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നു. പ്രതികൾ വിദ്യാർത്ഥിനിക്ക് ഇൻഹെയിലർ വാങ്ങി നൽകിയതായി അന്വേഷണ സംഘം കണ്ടെത്തി. വിനീത വിജി വെളിപ്പെടുത്തേണ്ട കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, പറയൂ. ഈ പ്രതികളെ കൂടുതൽ ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഈ മാസം 8 വരെ പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന് നേരത്തെ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഒരു വിവരം, ഈ പ്രതികൾ ഈ വിദ്യാർത്ഥിനിക്ക് ഇൻഹേലർ വാങ്ങി നൽകിയിരിക്കുന്നുവെന്ന അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ കൂട്ടബലാത്സംഗം നടക്കുന്നതിനിടെ ഈ വിദ്യാർത്ഥിനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇവർക്ക് ശ്വാസതടസ്സം നേരിട്ടിരുന്നു. ഒപ്പം തന്നെ അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കണമെന്ന് ഈ വിദ്യാർത്ഥി ആവശ്യപ്പെട്ടിരുന്നതായും ഈ വിദ്യാർത്ഥി തന്നെ നൽകിയിരിക്കുന്ന ഈ പരാതിയിൽ പറയുന്നുണ്ട്. ആ മൊഴികളിലടക്കം അത് പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഈ പ്രതികൾ തയ്യാറായില്ല. പകരം അവർക്കൊരു ഈ ശ്വാസതടസ്സം നേരിട്ട സാഹചര്യത്തിൽ ഒരു ഇൻഹെയിലർ ഈ പ്രതികൾ വാങ്ങി നൽകിയെന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിലെ പ്രധാന പ്രതി മനോജിത് മിശ്രയുടെ ഉൾപ്പെടെയുള്ള ഫോൺ കോൾ രേഖകളും ഇവരുടെ ഫോൺ സംഭാഷണങ്ങളടക്കം ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഇന്നലെ ഈ കോളേജിലെ 17ഓളം വിദ്യാർത്ഥികളെയും ഒപ്പം മറ്റ് ജീവനക്കാരെയും ഒക്കെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്നൊക്കെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോളേജിലെ വൈസ് പ്രിൻസിപ്പലിനെ പ്രത്യേക അന്വേഷണ സംഘം 2 തവണ ചോദ്യം ചെയ്തു എന്ന വിവരം കൂടി നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഈ വിദ്യാർത്ഥിനിയുടെ പരാതി ലഭിച്ച ഉടൻ തന്നെ 4 പേരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇതിൽ 3 വിദ്യാർത്ഥികളാണ്. ഈ 3 വിദ്യാർത്ഥികളിൽ ഒരാൾ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇയാൾ മനോജ് മിശ്ര എന്നാണ് ഇയാളുടെ പേര്. ഇയാളാണ് ഈ കേസിലെ മുഖ്യപ്രതി. ഒപ്പം തന്നെ നിലവിൽ വിദ്യാർത്ഥികളായിട്ടുള്ള 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ 2 പേരെയും കോളേജിൽ നിന്ന് പുറത്താക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇരുവരെയും കോളേജിൽ നിന്ന് അധികൃതർ പുറത്താക്കുകയും കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയുമാണ്. കേസിലെ കൂടുതൽ തെളിവുകളടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ തെളിവുകൾ ഒപ്പം തന്നെ ഈ പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഗാർഡ്, ഒരു സെക്യൂരിറ്റി ഗാർഡിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗാർഡ് പറയുന്നത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ ഗാർഡിന്റെ മുറിയിൽ എത്തിച്ചാണ് ഈ വിദ്യാർത്ഥിനിയെ പ്രതികൾ ഈ കൂട്ടബലാത്സംഗം ചെയ്തത്. ആ സമയത്ത് ഈ പ്രതികൾ തന്നെ തടങ്കലിൽ വച്ചിരിക്കുകയായിരുന്നുവെന്നും തന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയായിരുന്നുവെന്നുമാണ് ഈ ഗാർഡ് മൊഴി നൽകിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളടക്കം പോലീസ് വളരെ വിശദമായി തന്നെ ഇപ്പോൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്.